നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. അടുത്ത സമയം എന്ത് സംഭവിക്കും എന്ന് ആർക്കും അറിയാവുന്ന കാര്യമല്ല. എന്നാൽ ഭഗവാന്റെ നിശ്ചയപ്രകാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഭഗവാനുമായി ബന്ധപ്പെട്ട ഈ സന്ദേശങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാദേവനെ വന്ദിക്കുക. ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ നാമം എഴുതി വന്ദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമമാണ് എങ്കിലും എഴുതി ഏവരും വന്ദിക്കുക. വളരെ പക്വതയുള്ള ജീവിതത്തിൽ വന്നു ചേരുന്ന പലവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മനോബലം ഇവയൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ, അഥവാ നിങ്ങളിൽ പലരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും എത്ര തന്നെ വലിയ മോശം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് വന്നാലും അവയിൽ ഒന്നും പതറാതെ തന്നെ പിടിച്ചു നിൽക്കുവാനുള്ള മനോബലം, തൻ്റെ ഇടം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജിയാണ് കാണുവാൻ സാധിക്കുന്നത് എന്ന് പരാമർശിക്കാം. നിങ്ങളിൽ പല വ്യക്തികളും വളരെയധികം ശക്തരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇവയിൽ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കടന്നു വരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ നേരിടുന്നതായ പല പ്രശ്നങ്ങളെയും അതിജീവിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി മുൻപോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. അതേപോലെ എത്ര വലിയ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിലും അതിനെയൊക്കെ ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ ആരുടെയും മുൻപിൽ അറിയിക്കാതെ മറ്റുള്ളവർക്ക് മുൻപിൽ വളരെ സന്തോഷത്തോടെ നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും. അപ്രകാരമാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ സഹതാപം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ അവരുടെ ദയ ആഗ്രഹിക്കാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതായത് സങ്കടങ്ങളായാലും അത് നഷ്ടങ്ങളായാലും അതിനെയൊക്കെ നിങ്ങളിലേക്ക് മാത്രം ഒതുക്കി നിർത്തുവാൻ ഇഷ്ടപ്പെടുന്ന, താല്പര്യപ്പെടുന്ന വ്യക്തികളായി തന്നെ നിങ്ങളിൽ പലരും ഉണ്ട്. അപ്രകാരമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സ്വയം സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങളിലുണ്ട് എന്ന് സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾ, എല്ലാവരുമല്ല, നിങ്ങളിൽ ചില വ്യക്തികൾ ഏതോ ഒരു വ്യക്തി മൂലം വളരെയധികം പ്രയാസകരമായ കാര്യങ്ങൾ അഥവാ അത്തരം സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു, കടന്നു പോകുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോ വളരെയധികം വിശ്വസിച്ചിരുന്നതായ ഒരു വ്യക്തിയോ ആകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്നേഹിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ വളരെയധികം വിശ്വാസം അർപ്പിച്ച, അഥവാ നിങ്ങൾ വിശ്വാസം അർപ്പിച്ച, എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകണം എന്ന് നിങ്ങൾ പോലും ആഗ്രഹിച്ച ഏതോ ഒരു വ്യക്തിയിൽ നിന്നും അപ്രതീക്ഷിതമായി ഒരു ചതി അല്ലെങ്കിൽ തിരിച്ചടി കിട്ടിയത് മൂലം വളരെയധികം വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്നാണ്, അഥവാ നിങ്ങളിൽ ചില ആളുകൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അല്ലായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ചിന്തയും ആഗ്രഹങ്ങളും. ഉള്ളിൽ പല ലക്ഷ്യത്തോടെയും എന്നാൽ പുറമെ സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ ഒരു മുഖം മൂടി ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് മുൻപിൽ ആ വ്യക്തി നിന്നിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് അത് പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം.
അതിനാൽ തന്നെ പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്നും വന്ന ചില മോശം പ്രവൃത്തികൾ നിങ്ങൾക്ക് വലിയൊരു മാനസികപരമായ ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചത്. നിങ്ങൾ അവരുടെ നല്ല വശങ്ങൾ മാത്രമാണ് ശ്രദ്ധിച്ചത്, എന്നാൽ അവർക്ക് മറ്റൊരു മുഖമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിലും നിങ്ങളിലേക്ക് പലവിധ തിരിച്ചറിവുകളും വന്നു ചേരുന്നു. നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ആദ്യമേ കടന്ന് വന്നിരിക്കുന്നത് എന്ന കാര്യവും വ്യക്തമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്താണ് ശരി, അഥവാ ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്നാണ് ഈ സന്ദേശത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വെളിച്ചം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ ആ വ്യക്തിയിൽ നിന്ന് തന്നെ ആയിരിക്കാം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഓർമ്മകളിൽ നിന്നും പുറത്തു വരാൻ വളരെ പ്രയാസകരമായിരിക്കും എന്നതാണ് വാസ്തവം. കാരണം നിങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നതായ രീതിയിൽ, നിങ്ങളെ അത്രയും വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരിക്കാം ആ ഒരു വ്യക്തി സ്നേഹവും കരുതലും നിങ്ങൾക്ക് നൽകിയിരുന്നത്. എന്നാൽ ഇവിടെ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട്. അതിനാൽ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും എത്തിച്ചേരുന്നുമുണ്ട് എന്ന് കാണുന്നു. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാനുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതിനാൽ അതൊക്കെ തിരിച്ചറിയാനും അതൊക്കെ അനുഭവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പത്തികം, ജോലി, അതിലെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഒരു അവസാനം വരുന്നതായി കാണുന്നുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികം, ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങൾ വരുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്നും കാണുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ചു തന്നെ നിങ്ങൾ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. ആ ശക്തിയുടെ സഹായത്താൽ ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും മറികടക്കുവാൻ, അല്ലെങ്കിൽ ഏതൊരു ആഗ്രഹമാണ് എങ്കിലും അത് സഫലമാക്കി എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ ചില നെഗറ്റീവായ കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ അനാവശ്യമായ ഇടപെടലുകൾ, ഇവയൊക്കെ നിങ്ങളിൽ പലരിലും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഏതൊരു സാഹചര്യത്തിലും ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ നിങ്ങളെ സ്വയം നിയന്ത്രിക്കുന്നതിലൂടെ പല കുഴപ്പങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഊർജസ്വലരായി മാറിയിരിക്കുന്നു, ഊർജസ്വലത നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും മടിയോ അലസതയോ കാണിക്കാതെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്കിടയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹായത്താൽ അഥവാ മറ്റുള്ളവരുടെ സഹായത്തിന് കാത്തിരിക്കാത്തവരാണ്. അല്ലെങ്കിൽ നേട്ടത്താൽ ഒരിക്കലും സുഖമായി ജീവിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതായ വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരിൽ നിന്നും നിങ്ങൾ സഹായം പ്രതീക്ഷിക്കുന്നില്ല എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുവാനായി പ്രിയപ്പെട്ടവർ
ഒരുപാടുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ചേർത്ത് നിർത്തുന്നതായ ചില വ്യക്തികളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നതാണ് വാസ്തവം. പലരെയും നിങ്ങൾ തിരിച്ചറിഞ്ഞു, ഇനിയും ചിലരെ തിരിച്ചറിയാനുണ്ട്. അവരെ കൂടി നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നും സന്ദേശത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കും. പക്ഷേ അവരെയൊന്നും ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ പലരും എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇഷ്ട ദേവതയെ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ, ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക. അടിയുറച്ച് തന്നെ വിശ്വസിക്കുന്നതായ ശക്തിയിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, എപ്പോഴും നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കണം. പോസിറ്റീവായ ചിന്തകൾ, പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ കൂടുതൽ പോസിറ്റീവാക്കി തീർക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഈശ്വരാധീനം നിങ്ങളിലുണ്ട്, അത് നാൾക്ക് നാൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നും കാണുവാൻ സാധിക്കുന്നു.